ഇമാം ഷാഫി റളിയല്ലാഹു തആല അവരുടെ വീക്ഷണവും വ്യത്യസ്തതയും എന്നതാണ് നമുക്ക് ഇവിടെ സംസാരിക്കാൻ. ഇത് അധികരിച്ചാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ഒരു ദിവസം നാം വിനിയോഗിച്ചാലും ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയില്ല. സൂര്യനെ അകലെ നിന്നുകൊണ്ട് കാണുന്ന നാം നമ്മുടെ കണ്ണിൽ തട്ടുന്ന അതിന്റെ പ്രകാശരശ്മികളാണ് സൂര്യനെന്ന് നാം പറയുന്നത്. സൂര്യന്റെ അടുത്തോ ഏതാണ്ട് അകലെയോ നിന്നുകൊണ്ട് സൂര്യനെ നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് സാധ്യമല്ല. ഇതുപോലെയാണ് ഇസ്ലാമിക വൈജ്ഞാനിക ലോകത്ത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്തായ വ്യക്തിത്വവും നമുക്കറിയാം. റളിയല്ലാഹു തആല അൻഹു ഷാഫി അവർകൾ ഫലസ്തീനടുത്തു അവിടെയാണ് ഹാഷിം എന്നവർ, അതായത് തന്റെ പിതാമഹന്മാരിൽപ്പെട്ട റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയിട്ടുള്ള ഹാഷിം, ആ ഹാഷിം എന്നവർ വഫാത്തായത് ഗസയിലാണ്. അവരുടെ കുടുംബം നേരത്തെ മക്കയിൽ നിന്ന് ഗസയിലേക്ക് മാറി താമസിച്ചായിരുന്നു. അവിടെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ജനിക്കുന്നത്. ഒന്നാം വയസ്സിൽ ഉപ്പ മരിച്ചു. അങ്ങനെ രണ്ടാം വയസ്സിൽ ഉമ്മ ഇമാം ഷാഫിയെയും കൂട്ടി അവരുടെ ആ തറവാട്ടിലേക്ക് മക്കയിലേക്ക് വന്നു. അവിടെ നിന്ന് പഠിച്ചു. 7-ാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. പതിമൂന്നാം വയസ്സിൽ ലോക പ്രശസ്ത പണ്ഡിതന്മാരുമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹ് കേൾക്കുന്നുണ്ടോ? റളിയല്ലാഹു തആല അൻഹു അവരുടെ ദർസിൽ പഠിക്കുമ്പോഴാണ് അവിടുന്ന് ഫത്വ കൊടുക്കാനുള്ള, മോനെ നിനക്ക് ഫത്വ കൊടുക്കാനുള്ള അധികാരം എത്തിയിരിക്കുന്നു, അതിനുള്ള അർഹത ലഭിച്ചിരിക്കുന്നു
നിനക്കിനി ഫത്വ കൊടുക്കാമെന്ന് പറയുന്നു. അത് നാം മനസ്സിലാക്കണം. അവിടെ അസ്സലാമു അലൈക്കും. ഇപ്പൊ വരും. ഈ വന്നവർക്ക് കച്ചവടക്കാരന് വളരെ സന്തോഷമായി. മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. ഏതായാലും അവര് പോകാൻ ചെരുപ്പ് ധരിക്കുന്നതിന് മുമ്പാണ് സംഭവം. അവര് പിന്നെ ചെരുപ്പ് ധരിക്കാതെ ഇമാം മാലിക് റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് എന്റെ കയറി പോയി. എന്തേ പോന്നത്? ഒന്നല്ല, ഇങ്ങനൊരു പ്രശ്നം. നിങ്ങളെ കുട്ടി ഒന്ന് ഇങ്ങനെ പറഞ്ഞു. ആരാ പറഞ്ഞു? ഏത് കുട്ടിയോ പറഞ്ഞത്? അവിടെ മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ടല്ലോ. ഉണ്ട് ഉണ്ട് ഉണ്ട്. അവനാ പറഞ്ഞത്? ശരി, ഓക്കെ, എന്നാ അവനെ വിളിക്കാൻ. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവോട് ചോദിച്ചു, എന്താണ് തലാഖ് പോയിട്ടില്ല എന്ന് നിങ്ങൾ പറയാൻ കാരണം? ശ്രദ്ധിക്കണം. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന 14 വയസ്സ് തികഞ്ഞിട്ടില്ല ആ കുട്ടി പറയുകയാണ്, ഇവിടെ പ്രശ്നം എപ്പോഴും സംഗീതം മുഴക്കുമെന്നല്ലേ? ആ വാക്കല്ലേ പ്രശ്നം? ഈ എപ്പോഴും സംഗീതം മുഴക്കും എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതിന്റെ അർത്ഥം ഒരു നിമിഷവും സംഗീതം മുഴക്കാതിരിക്കില്ല എന്നല്ല. പൊതുവെ അത് മറ്റ് പ്രാക്കളെ പോലെയല്ല. പൊതുവെ അത് കൂടുതൽ സംഗീതം മുഴക്കിക്കൊണ്ടിരിക്കും എന്നാണ്. എന്നല്ലാതെ ഒരിക്കലും അത് സംഗീതം നിർത്തുകയില്ല. അത് എല്ലാ സമയത്തും ഭക്ഷിക്കൂല്ല, വേറെ ഒന്നും കൂകൂല്ല, ഒന്നും പറയില്ല, ഒന്നും ചെയ്യില്ല. അത് എപ്പോഴും മുഴക്കിക്കൊണ്ടിരിക്കുമെന്നല്ലല്ലോ അർത്ഥം. കൂടുതൽ സാധാരണഗതിയിൽ മറ്റു പ്രാക്കളേക്കാൾ ഇത് സംഗീതം മുഴക്കുന്നുണ്ട് എങ്കിൽ അത് എപ്പോഴും സംഗീതം മുഴക്കുന്നു എന്ന അർത്ഥം തന്നെയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് തെളിവ് പറയാ. അവിടെയാണ് വിഷയം. എന്തുകൊണ്ട്? ഇത് വാദമല്ല, തെളിവ് പറയുകയാണ്. അവിടുന്ന് തന്നെ ഓതിത്തന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവോട് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടുന്ന് തന്നെ ഓതിത്തന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ ഈ മുവത്തയിൽ. ഇമാം സുഹരി ഉദ്ധരിക്കുന്ന ഹദീസ്, അത് അബൂ സലമയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അബൂ സലമ ഉദ്ധരിക്കുന്നത് ഭാര്യ ഉമ്മു സലമയിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഉമ്മു സലമ ബീവി ഉദ്ധരിക്കുന്നത് ഫാത്തിമ ബിന്ത് ഖൈസ് എന്ന പ്രസിദ്ധ സഹാബി വനിതയെ സംബന്ധിച്ചാൽ. അവിടുന്ന് തന്നെ ഈ പരമ്പര പ്രകാരം വളരെ പ്രബലമായി അവിടുന്ന് തന്നെ ഉദ്ധരിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ. ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ പറഞ്ഞത് മുഴുവനും ബാത്തിലാവും. അവിടുന്ന് തന്നെ പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ. ആ ഹദീസിൽ പറയുന്നു ഫാത്തിമ ബിന്ത് ഖൈസിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഫാത്തിമ ബിന്ത് ഖൈസ് ആദ്യം വിവാഹിതയായിരുന്നു. പിന്നീട് അവരെ ഭർത്താവ് വിവാഹ മോചനം നടത്തി. അതിനുശേഷം യുദ്ധ കഴിഞ്ഞു. അവരെ 2 പേര് വിവാഹ അന്വേഷണം നടത്തി. ഒന്ന് മുആവിയ, അത് നമ്മൾ പറയുന്നത് ചരിത്ര പ്രസിദ്ധനായ മുആവിയ തന്നെയാണ് എന്നും അല്ല എന്നൊക്കെ ഉണ്ട്. ആരാകട്ടെ, അതൊന്നല്ല ഇവിടുത്തെ വിഷയം. പിന്നെ മറ്റൊന്ന് അബൂജഹൽ. മുആവിയ 2 പേർ കല്യാണം അന്വേഷിച്ചു. അവർ റസൂലുള്ളാഹിന്റെ അരികെ ചെന്ന് ഫാത്തിമ ബിന്ത് ഖൈസ്, നബിയെ, ഞാനിപ്പോൾ യുദ്ധം കഴിഞ്ഞിരിക്കുന്നു. ഈ 2 പേർ അബൂജഹലും മുആവിയയും എന്റെ വിവാഹ അന്വേഷണം നടത്തിയിട്ടുണ്ട്. എന്താണ് വേണ്ടത്? അവിടുത്തെ അഭിപ്രായം പോലെ ചെയ്യാം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, മുആവിയ ആള് സാമ്പത്തികമായി വളരെ മോശമാണ്. അപ്പോഴത്തെ സ്ഥിതിയാണ്. പിന്നെ ആള് വലിയ രാജാവൊക്കെ ആയി. അലി റളിയല്ലാഹു തആല അൻഹുമായൊക്കെ ഏറ്റുമുട്ടിയല്ലോ. അതിരിക്കട്ടെ. അതുകൊണ്ടാ ചിലര് പറയുന്നത് ആ മുആവിയാണെങ്കിൽ അത്ര മോശമൊന്നുമല്ലല്ലോ, അപ്പൊ അത് വേറെ മുആവിയാണ് എന്ന് ചിലര് പറയുന്നത്. ഏതാകട്ടെ, മുആവിയ തന്നെ. റസൂലുള്ളാഹി പറഞ്ഞു, മുആവിയ അദ്ദേഹം സാമ്പത്തികമായി മോശമാണ്, നിന്നെ തീറ്റിപ്പോറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ല. പിന്നെ അബൂജഹലിനൊരു കുഴപ്പമുണ്ട്, എപ്പോഴും അയാളുടെ പെരടിയിൽ വടി ഉണ്ടായിരിക്കും. വടി ഇങ്ങനെ വെച്ചെടുക്കുക, അനങ്ങിയ അടിയിടി. ഇത് സഹിക്കാൻ നിനക്ക് സാധിക്കുമോ? ഇല്ല, കഴിയില്ല.
അങ്ങനെ ആ രണ്ട് ബന്ധവും വേണ്ട എന്ന് വെച്ചു. വേണ്ട എന്ന് വെച്ചതല്ല അവിടുത്തെ വിഷയം. എന്നിട്ട് ഇമാം ഷാഫി പറയുന്നു, അബൂജഹൽ വടി എപ്പോഴും ചുമലിലാണ് എന്നതിന്റെ അർത്ഥം അയാൾക്ക് ഉറക്കില്ല, ഊണില്ല, അയാൾക്കൊരു പരിപാടിയുമില്ല എന്നാണോ? മറ്റു ഭർത്താക്കന്മാരെ അപേക്ഷിച്ച് അയാൾ എപ്പോഴും മടിക്കുന്ന സ്വഭാവക്കാരനാണ് എന്നല്ലേ? അതെ, അതേ അർത്ഥമല്ലേ ഉസ്താദെ ഇവിടെയും? എപ്പോഴും കുറുകുമെന്ന് പറഞ്ഞാല് അത് പിന്നെ ഭക്ഷണം കഴിക്കൂല, ഒന്നും ചെയ്യില്ല എന്നാണോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ തലാക്ക് പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു കൂടുതൽ അടുത്തേക്ക് കുട്ടിയെ വിളിച്ചു, കയ്യിൽ തലവെച്ചു, അനുഗ്രഹിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. ഈ സമയം മുതൽക്ക് നിനക്ക് ദീനിൽ ഇജ്തിഹാദ് ചെയ്ത് ഫത്വകൾ കൊടുക്കാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്കിനി അത് ചെയ്യാം. ഈ വിഷയം ഏതാണ്ട് കുട്ടികൾക്കൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഇതാണ് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന. അവിടുന്ന് ഇറാഖിലെത്തി. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അനുവാദത്തോടുകൂടെ ഇറാഖിലെത്തി. അപ്പൊ വീട്ടിലേക്ക് പോകണം, വീട്ടുകാരൊന്ന് കാണണം, അതല്ല കൂടുതൽ പഠിക്കാൻ പോവുക, വീട്ടുകാരെ പിന്നെ കാണാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലാണ്, കുടുംബമൊക്കെ മക്കത്താ. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവോട് സമ്മതം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പഠിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു തുടർച്ചയാണ്. കുറച്ച് പഠിച്ച് പിന്നെ ഏതെങ്കിലും വഴിക്ക് പോയി പിന്നെ വന്ന് അതല്ല, പഠിപ്പ് അതൊരു തുടർച്ചയാണ്. അതാ തുടർച്ചയിലാണ് വേണ്ടത്. അപ്പോഴേ കാര്യങ്ങളെല്ലാം മനപ്പാടമുണ്ടാവുകയുള്ളൂ. കാര്യങ്ങളെ കുറിച്ച് ഒരു കാര്യത്തെ സംബന്ധിച്ച് തന്നെ കൂടുതൽ ഊന്നി ചിന്തിക്കാൻ അപ്പോഴേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പഠനമാണ്, പഠനത്തിലുള്ള തുടർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇറാഖിൽ പോയി. ഏതാണ്ട് 21 വയസ്സിലാണ് എന്ന് പറയുന്നു. ചരിത്രത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചരിത്രമാവുമ്പോ അങ്ങനെ തന്നെയാണ് അഭിപ്രായ വ്യത്യാസം. അങ്ങനെ ഇറാഖിൽ ചെന്നപ്പോൾ അവിടെ ലോകപ്രശസ്തരായ പണ്ഡിതന്മാർ അവിടെയുണ്ട്. സഹാബാക്കളിൽ നിന്ന് നേരിട്ട് പഠിച്ച ധാരാളം ആളുകൾ അവിടെ കാണാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യന്മാർ. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഇറാഖുകാരനാണല്ലോ. അദ്ദേഹത്തിന്റെ ലോകപ്രശസ്തരായ 2 ശിഷ്യന്മാർ. ഇന്നും കിതാബുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഖാലി അബൂ യൂസുഫ് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു തആല. മദ്ഹബിന്റെ കിതാബുകൾ ഷാഫി മദ്ഹബിന്റെ കിതാബുകളാണെങ്കിലും ഹനഫി മദ്ഹബിന്റെ കിതാബുകളാണെങ്കിലും ഏത് മദ്ഹബിന്റെ കിതാബുകളാണെങ്കിലും ഈ 2 പേരുടെ അഭിപ്രായങ്ങൾ അവിടെ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ കിതാബ് എഴുതിയവർക്കറിയാം ഇവരുടെ പേരവിടെ പറഞ്ഞില്ല എങ്കിൽ ആ കിതാബ് അപൂർണമാണ് എന്ന്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവോട് ചെന്നപ്പോൾ മഹാനായ ഖാലി അബൂ യൂസുഫ് എന്നവരും മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്നവരും അതായത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യന്മാർ അവിടെയുണ്ട്. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അവിടെ കൂഫയിലെ പള്ളിയിലാണ് ആദ്യം ചെന്നത്. പള്ളിയിൽ ചെന്ന് സുന്നത്ത് തഹയ്യത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ അവിടെ കയറി വന്ന് നമസ്കരിച്ചു. പക്ഷെ അയാളുടെ നമസ്കാരം ശരിയായ രൂപത്തിലല്ല. അയാളുടെ നമസ്കാരം ശരിയായ രൂപത്തിലല്ല. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അയാൾ നമസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ വിളിച്ചു, നിങ്ങളുടെ നമസ്കാരത്തിൽ ചില തകരാറുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല നിലക്ക് നമസ്കരിക്കാൻ നിങ്ങൾ ശീലിക്കണം എന്ന് പറഞ്ഞു. അന്യരാജ്യത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ, അവിടെ ലോകപ്രശസ്ത പണ്ഡിതന്മാർ അവിടെയുണ്ട്, അവരുടെ ക്ലാസുകളിലൊക്കെ സംബന്ധിക്കുന്ന ആളാണ് ഇയാൾ. ഇയാളോടൊന്ന് പറഞ്ഞപ്പോൾ അയാൾ തട്ടിക്കേറി, താൻ എവിടുത്തുകാരനാടോ? ഇവിടെ മുഹമ്മദ് ഇബ്നുൽ ഹസനും ഖാലി അബൂ യൂസുഫും ഒക്കെ ഉണ്ട്,
അവരുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ പറയുന്നത് അയാളുടെ ചുമലിലൊരു മുണ്ടുണ്ടായിരുന്നു. ആ മുണ്ടിനിട്ട് ഊരിയിട്ട് ഇമാം ഷാഫിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് അദ്ദേഹം, അതായത് പ്രതിഷേധം രേഖപ്പെടുത്തി എന്നർത്ഥം. മുണ്ട് ഇമാം ഷാഫിയുടെ മുഖത്തോ മറ്റോ തട്ടിയിട്ടല്ല. അങ്ങനെ അയാൾ നേരെ പോയി മുഹമ്മദ് ബിൻ ഹസൻ എന്നവരെയും ഖാദി അബൂ യൂസുഫ് എന്നവരെയും കണ്ടു. രണ്ടാളെയും കണ്ടു. അപ്പോ അവർ പറഞ്ഞു, നീ അയാളോട് പോയിട്ട് ചോദിക്കൂ, എങ്ങനെയാണ് നമസ്കാരം? നമസ്കാരം ആരംഭിക്കേണ്ടത് എങ്ങനെ? നമസ്കാരത്തിന്റെ ആരംഭത്തെ കുറിച്ചാണല്ലോ അയാൾ സംസാരിച്ചത്. എങ്ങനെയാണ് നമസ്കാരം ആരംഭിക്കേണ്ടത് എന്ന് പോയി ചോദിക്കുക. അങ്ങനെ അയാൾ തിരിച്ചു ഇതൊന്നും ഇമാം ഷാഫി അവിടെ തന്നെ അല്ല, എങ്ങനെയാണ് നമസ്കാരം ആരംഭിക്കേണ്ടത്? എന്റെ നമസ്കാരത്തെ സംബന്ധിച്ച് നിങ്ങൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞല്ലോ. എങ്ങനെയാണ് നമസ്കാരം ആരംഭിക്കേണ്ടത്? അപ്പോ ഇമാം ഷാഫി പറഞ്ഞു, രണ്ട് ഫർദ് കൊണ്ടും ഒരു സുന്നത്ത് കൊണ്ടുമാണ് നമസ്കാരം ആരംഭിക്കുന്നത്. അതൊരു ഔദ്യോഗിക ശൈലിയാണ്. ശരിക്കും ഔപചാരികമായ ശൈലിയാണ്, പണ്ഡിതോചിതമായ ശൈലിയാണ്. അതാണ് അന്ന് അവിടുത്തെ ഇറാഖിലെ ശൈലി. അത് ഇമാം അബൂ ഹനീഫയുടെ ശൈലിയാണ്. രണ്ട് ഫർദ് കൊണ്ടും ഒരു സുന്നത്ത് കൊണ്ടും. അങ്ങനെ അയാൾ പോയി ഇവരോട് പറഞ്ഞു. അയാൾ പറഞ്ഞത് ശരി ശരി, അയാൾ കൊള്ളാമല്ലോ. എന്നാ പോയി ചോദിക്ക്, ഏതാണ് ആ രണ്ട് ഫർദ്, ഒരു നഫിൽ ഏതാണ്? ഇയാള് രണ്ടാമത് വന്ന് ചോദിച്ചു, ഏതാണ് ആ രണ്ട് ഫർദ്? മാഹുമാ, ആ നഫിൽ മാഹും, അതേതാ? അപ്പൊ പറഞ്ഞു, ഒന്ന് നിയ്യത്ത് തന്നെ, മറ്റൊന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, അത് രണ്ടും ഫർദ്. പിന്നെ കൈ ഉയർത്തുക. ഇയാൾ ഇതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തിരിച്ചു ചെന്ന് ഇത് പറഞ്ഞപ്പോ, അപ്പൊ നിയ്യത്തിന്റെ കാര്യത്തിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും എല്ലാം കൂടിയൊക്കെ മറ്റു ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ഈ മറുപടി കേട്ടപ്പോ ഈ ചെറുപ്പക്കാരൻ തരക്കെടില്ല, അയാളൊന്ന് കാണണം. അങ്ങനെ അദ്ദേഹം അവര് പള്ളിയിൽ വന്ന് കുറച്ച് അകലെ നിന്ന് നോക്കുമ്പോ ആളെ കണ്ടു. അപ്പൊ പിന്നെ ഇയാളോട് തന്നെ പറഞ്ഞു, ആ ഷെയ്ഖാനി നിങ്ങളെ വിളിക്കുന്നുണ്ട്, അവരെ സമീപിക്കണം. ഷെയ്ഖാനി എന്ന് ഇവർ രണ്ടാളെ സംബന്ധിച്ചു. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു തആല അയാളോട് പറഞ്ഞു, എന്നിൽ നിന്ന് വല്ലതും അറിയാനാണ് എങ്കിൽ, എന്നെ സംബന്ധിച്ച് വല്ലതും അറിയാനാണ് എന്നുണ്ടെങ്കിൽ ആരായാലും ഇങ്ങോട്ട് വരാം. പിന്നെ എനിക്കെന്തെങ്കിലും അറിയാനാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ഞാൻ അതിന്റെ റെഡിയിലല്ല. ഞാനിപ്പോ ആരെങ്കിലും ആ നിലക്ക് സമീപിക്കുന്ന ഒരവസ്ഥയിലല്ല. ഇപ്പോ ഞാൻ ഇപ്പോ വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പോ ആ മറുപടി വന്ന് ഇയാൾ വന്ന് പറഞ്ഞപ്പോ അവര് ഇമാം ഷാഫിയുടെ അരികിലേക്ക് അങ്ങോട്ട് പോയി. ഇമാം ഷാഫി അവരെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. എവിടെ നിന്നാ വരുന്നത്? മാലിക് ഇമാം. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ഏതോ ഒരു വമ്പൻ പണ്ഡിതനിൽ നിന്നാണ് ഇദ്ദേഹം വരുന്നതെന്ന് മനസ്സിലായി. സംസാരമൊക്കെ കേട്ടോ. പിന്നെ തറവാടും മറ്റൊക്കെ പറഞ്ഞപ്പോ ഹാഷിമിയാണ്, പിന്നെ പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഇമാം മാലിക്കിനെ കേട്ടിട്ടുണ്ടോന്നോ? ഞാൻ അവിടുന്ന് വരുന്നത്. അപ്പൊ മാലിക് ഇമാമിന്റെ മോത്തയെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അതിൽ ഇവർക്ക് കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം മാലിക് ഇമാമിന്റേത് മാലിക്കി മദ്ഹബാണ്, മറ്റത് അബൂ ഹനീഫ ഇമാമിന്റെ മദ്ഹബാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അവര് മോത്തയിലുള്ള കുറെ അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ഇമാം ഷാഫിയുമായി ചർച്ച ചെയ്തു. എന്നാൽ മുവത്തയിൽ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസുകൾ, ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു നൽകിയ കർമ്മശാസ്ത്രം, അതെല്ലാം ഈ ലോക മഹാ പണ്ഡിതന്മാരുടെ മുമ്പാകെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു സമർത്ഥിച്ചു. മറ്റു തെളിവുകൾ കൊണ്ട് എല്ലാം സമർത്ഥിച്ചു. അങ്ങനെ ഷാഫി ഇമാമിനെ അവർ തിരിച്ചറിഞ്ഞു. പിന്നെ കുറെ കാലം അവിടെ താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർ നൽകി. നിയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്കറിയാം. അതുപോലെ നമസ്കാരത്തിൽ
ഫാത്തിഹയിൽ ബിസ്മി ചൊല്ലുന്നതിനെ സംബന്ധിച്ചൊക്കെ ഒമ്പിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ മദ്ഹബുകൾ തമ്മിലുണ്ട്. ബിസ്മി ചൊല്ലുന്നത് സംബന്ധിച്ച് ബിസ്മി ഫാത്തിഹയുടെ ഭാഗമല്ല എന്നാണ് ഹനഫി മദ്ഹബ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടന്നു. ഇമാം ഷാഫി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു അത് ഫാത്തിഹയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ തെളിവ്? ഖുർആനിലത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കാണുന്നുണ്ട്. അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു. പിന്നീട് സഹാബാക്കൾ ഒറ്റ ഗ്രന്ഥത്തിലാക്കി ക്രോഡീകരിച്ചു. അതെല്ലാം നബിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഇവിടെ ഫാത്തിഹയിൽ ബിസ്മി കാണുന്നു. അതുകൊണ്ട് ഫാത്തിഹ ഖുർആന്റെ ഭാഗമാണ്, ബിസ്മി ഖുർആന്റെ ഭാഗമാണ്, ഫാത്തിഹയുടെ ഭാഗമാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഒരു സഹീഹ് ഹദീസ് ഉണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് എന്നവരും ഉമർ ഫാറൂഖ് എന്നവരും ഇവരെല്ലാവരും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ് ഫാത്തിഹ ഓതാറുള്ളത്, ആരംഭിക്കാറുള്ളത്. ഇവരെല്ലാവരും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ് ആരംഭിക്കാറുള്ളത്. ബിസ്മി അവർ ഓതാറില്ല എന്നാണല്ലോ ഹദീസിലുള്ളത്. ഇമാം ഷാഫി റളിയല്ലാഹു തആല പറഞ്ഞു, ഈ ഫാത്തിഹയെ സംബന്ധിച്ചിടത്തോളം അതിന് പല പേരുകളുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഫാത്തിഹയുടെ പേരാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് മന്ത്രിച്ചു എന്ന് ഒരു ഹദീസിൽ കാണാം. അവിടെ അതിന്റെ വിശദീകരണം ഫാത്തിഹ മന്ത്രിച്ചതാണ്. അപ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഫാത്തിഹയുടെ പേരാണ്. ഈ ഖലീഫമാര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കാരം ഫാത്തിഹ കൊണ്ട് ആരംഭിച്ചു, പിന്നെയാണ് സൂറത്ത് ഓതിയത് എന്ന അർത്ഥത്തിലാണ്. കുട്ടികൾ ക്ഷമിക്കണം കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഫാത്തിഹയുടെ പേരാണ്. അപ്പൊ ഫാത്തിഹ കൊണ്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ട് ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫാത്തിഹ കൊണ്ട് ആരംഭിച്ചു എന്നാണ്. ആരംഭിച്ചു എന്നതിനർത്ഥം അതിന്റെ ശേഷമാണ് സൂറത്ത് ഓതിയിരിക്കുന്നത് എന്നുമാണ്. ഇത് ഇമാം ഷാഫി റളിയല്ലാഹു തആല സമർത്ഥിച്ചു. പിൽക്കാലത്ത് ദൈവബന്ധു കോളേജിൽ അവിടെ ഹനഫി മദ്ഹബുകാരാണ് അവിടുത്തെ ഉസ്താദുമാർ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏതാണ് അങ്ങനെ ബുഖാരിയുടെ സദസ്സിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കൊണ്ടാണ് ആരംഭിക്കുന്നത്, ബിസ്മി അത് ആരംഭിക്കേണ്ടതില്ല എന്ന് അവിടുത്തെ ഉസ്താദ് ബുഖാരിയുടെ ഷെയ്ഖ് സമർത്ഥിച്ചു. ശ്രദ്ധിക്കണം, ശിഷ്യന്മാരുടെ മുമ്പിൽ സമർത്ഥിച്ചു. അപ്പോൾ ഒരു ശിഷ്യൻ കൂടുതൽ ആ വിഷയത്തിൽ ആവേശഭരിതനായി ശിഷ്യൻ ചോദിച്ചു, ശൈഖുന, ഇവിടെ ശാഫി ഇമാം ഉണ്ടെങ്കിൽ ഇതിപ്പോ അംഗീകരിക്കില്ലേ? ഷാഫി ഇമാം ഇവിടെ ഉണ്ടെങ്കിൽ ഇത് അംഗീകരിക്കുകയില്ലേ? കാരണം ശിഷ്യൻക്ക് അങ്ങോട്ട് ആവേശമായി. ഷെയ്ഖിന്റെ ബുഖാരിയുടെ ഷെയ്ഖിന്റെ ആ അവതരണം കൊണ്ട് തീർച്ചയായും അൽഹംദുലില്ലാഹ് അവിടെ മുതൽക്കാണ് ഫാത്തിഹ, ബിസ്മി ഫാത്തിഹയിൽ പെടില്ല എന്നങ്ങ് സമർത്ഥിച്ചു. സമർത്ഥിച്ചപ്പോ ആവേശഭരിതനായ ശിഷ്യൻ, ഹനഫി മദ്ഹബുകാരനായ ശിഷ്യൻ പറഞ്ഞു, ശൈഖുന, ഇപ്പോൾ ഇവിടെ ഷാഫി ഉണ്ട് എങ്കിൽ ഷാഫി കൂടി അംഗീകരിക്കുകയില്ലേ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എടാ പൊട്ട, ഇമാം ഷാഫി ഇന്ത്യയിൽ കപ്പലിറങ്ങിയിരിക്കുന്നു എന്ന് കേട്ടാൽ ഞാനിത് പറയില്ലടാ. അദ്ദേഹം പറഞ്ഞതാ. അന്ന് കപ്പലേ ഉള്ളൂ, പ്ലെയിനില്ല. ഇമാം ഷാഫി ഇന്ത്യയിൽ കപ്പലിറങ്ങിയിരിക്കുന്നു എന്ന് കേട്ടാൽ പിന്നെ ഞാനിത് പറയില്ല. പിന്നത് പറയാൻ സാക്ഷാൽ അബൂ ഹനീഫ ഇമാം തന്നെ വേണം. അവർ രണ്ടാളും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതല്ല. ഇതാണ് വാസ്തവത്തിൽ ഷാഫി. അതേ സമയത്ത് ഏറ്റവും വലിയ വിനയമായി
ഞാൻ ഇത്രയും വലിയ ഒരു ഗവേഷകനാണ്, ഒരു മുജ്തഹിദ് മുത്ലഖാണ്, ഒരു മഹാപണ്ഡിതനാണ് എന്ന ഒരു ധാരണയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഷാഫി മദ്ഹബിൽ നമുക്ക് കാണാമല്ലോ, ചില ഉളു ചെയ്ത ശേഷം മാംസം ഭക്ഷിച്ചു, എന്നാൽ ഉളു മുറിയില്ല ഷാഫി മദ്ഹബിൽ. ഹനഫി മദ്ഹബിൽ മുറിയും. ഇതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബിന്റെ പ്രമാണം അങ്ങനെയുള്ളത് വേവിച്ച വസ്തു തിന്നാൽ ഉളു മുറിയില്ല എന്നാണെന്നുണ്ടെങ്കിലും ഇമാം അബൂ ഹനീഫയെ പോലുള്ളവർ അങ്ങനെ മുറിയുമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഉളു ചെയ്യൽ സുന്നത്താണ്. ഇമാമിങ്ങളുടെ അഭിപ്രായത്തിൽ നിന്നും രക്ഷപ്പെടണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരവും നമ്മുടെ ഉളു സാധുവായിരിക്കണം. അതിന് പരമാവധി നമുക്ക് ഉളു മുറിയില്ല എന്ന വാദമാണെങ്കിലും ഇത് നിയമമാണെങ്കിലും നമുക്ക് വേവിച്ച വസ്തു തിന്ന ശേഷം ഉളു ചെയ്യൽ സുന്നത്താണ് എന്ന് നമ്മുടെ ഏറ്റവും ചെറിയ ഗ്രന്ഥമായ നൂറുൽ അബ്സാറിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇമാം ഷാഫി പഠിപ്പിച്ചതാ. ഇതേ ഈ നിയമം ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചതാണ്. ഇതാണ് വിനയം. ഇറാഖിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചുറ്റി സഞ്ചരിച്ചു, പണ്ഡിതന്മാരുമായൊക്കെ കണ്ട്. അങ്ങനെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മസാർ, അവിടുത്തെ ഖബർ സന്ദർശിക്കാൻ പോയി. അങ്ങനെ രാത്രി അവിടെ താമസിച്ചു. സുബഹി നമസ്കരിക്കുന്ന സമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ആ സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതിയില്ല. ഷാഫി മദ്ഹബിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും ഖുർആൻ ഹദീസ് അടിസ്ഥാനത്തിൽ ഖുനൂത്ത് സുന്നത്താണ് എന്നത് രേഖപ്പെട്ട് കിടക്കുകയാണ്. ഹഫിളു അല സ്വലവാത്തി വസ്സലാത്തിൽ മുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. അല്ലാഹുവിനെ നിങ്ങൾ ഖുനൂത്ത് നിർവഹിക്കുക, ഖുനൂത്ത് ചൊല്ലുക എന്ന് പറഞ്ഞത് സുബഹിയുടെ ഖുനൂത്താണ്. വസ്സലാത്തുൽ മുസ്താ എന്ന നമസ്കാരവും സുബഹിയാൻ എന്നും അവിടെ വ്യാഖ്യാനത്തിൽ കാണാം. അത് വേറൊരു സ്ഥലത്ത് ഉസ്താ എന്ന് പറയുന്ന അസ്ർ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വേറൊരു വ്യാഖ്യാനമാണ്. എല്ലാ ഉസ്താ നമസ്കാരവും അസ്റാണി എന്നല്ല. ഉസ്താ എന്ന് പറഞ്ഞാൽ ഒരു വിധമായ നമസ്കാരം എന്ന് പറഞ്ഞവരുണ്ട്. വളരെ വലുതാക്കിയിട്ടുമല്ല ചെറുതാക്കിയിട്ടുമല്ല. യുദ്ധ സന്ദർഭങ്ങളിലൊക്കെ അതാണ് അവിടെ ഖന്തഖ് യുദ്ധത്തിൽ ഉസ്താ എന്ന് പറയുന്നത് അസറായത്. അവിടെ ഒരു ചെറിയ നമസ്കാരം പോലും നിർവഹിക്കാൻ ശത്രുക്കൾ നമ്മൾ അനുവദിച്ചില്ലല്ലോ. ഇമാം ഷാഫിയുടെ തന്നെ വ്യാഖ്യാനത്തിൽ ഉസ്താ എന്ന് പറഞ്ഞാൽ സുബഹിയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഖുനൂത്ത് നിർവഹിച്ചിരിക്കണം, പ്രത്യേക ദുആ നിർവഹിച്ചിരിക്കണം. സഈദ് ഇബ്നുൽ മുസയ്യബ് താബിഈകളിൽ പ്രധാനിയാണ്. അദ്ദേഹം പറയുന്നത് സുബഹിയിലെ ഖുനൂത്താണ്. ഇങ്ങനെ ആയത്തും ഹദീസും എല്ലാം അടിസ്ഥാനത്തിൽ ഷാഫി മദ്ഹബിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും സുബഹിക്ക് ഖുനൂത്ത് സുന്നത്താണ്. ഇമാം ഷാഫി അത് പ്രഖ്യാപിച്ചു. എന്നാൽ ഇതേ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ സന്ദർശിച്ചപ്പോൾ അബൂ ഹനീഫ ഇമാം ഇത് സുന്നത്തില്ല എന്ന് പറയുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ കിടക്കുമ്പോൾ മഹാത്മാക്കൾ ഖബറിനുള്ളിൽ കിടക്കുന്നതും ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നതുമെല്ലാം അവരുടെ ജീവിതം തന്നെയാണ്. അല്ലാഹു തആല രണ്ട് ലോകത്തും അവർ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ ശൈലിയിൽ, നമ്മുടെ ഭാഷയിൽ അവർ മരിച്ചാലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്. അവരുടെ ജീവിതവും മരണവും സോമാണ്. അതുകൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു കിടക്കുമ്പോൾ ഈ അദ്ദേഹം സുന്നത്തല്ല എന്ന് പറയുന്ന ഖുനൂത്ത് ഇവിടെ ഇമാം ഷാഫി തന്റെ നമസ്കാരത്തിൽ ഓതാൻ സന്നദ്ധനായില്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനെ ബഹുമാനിച്ചതാണത്. ഇവിടെ തന്നെ മുസ്ലിം ലോക പണ്ഡിതന്മാർ ഇമാം മുസ്ലിയും ഇമാം റബിയും അങ്ങനെയുള്ള പണ്ഡിതന്മാരെല്ലാം മറ്റുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. അങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നേരത്തെ പറഞ്ഞ ഉള്ളൂടുക്കൽ സുന്നത്ത് എന്നൊക്കെ പണ്ഡിതന്മാർ എഴുതി വെച്ചത് സ്നേഹിതന്മാരെ നാം മനസ്സിലാക്കണം. അങ്ങനെ നമസ്കാരമെല്ലാം കഴിഞ്ഞ് അവിടെ ഇമാം അബൂ ഹനീഫയുടെ ആളുകളാണ് അവിടെ ഉള്ളത്. അവരെല്ലാവരും ഇമാം ഷാഫിയുടെ അരികെ വന്ന് പരിചയപ്പെടുകയാണ്.
പരിചയപ്പെട്ട് സംസാരിച്ചു, പല പല കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ എന്താ അബൂ ഹനീഫ ഇമാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന് ചോദിച്ചു. എന്റെ അഭിപ്രായം കണ്ടില്ലേ, ഞാൻ ഖുനൂത്ത് ഓതിയില്ല. അപ്പൊ അത്രയും ബഹുമാനിക്കേണ്ട ആളാണ്, അത്രയും ബഹുമാനിക്കേണ്ട ആളാണ്. ചില കൽപ്പനകൾ അങ്ങനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവോട് നിസ്കാരത്തിൽ തുടരാൻ പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തുടർന്നില്ല. മാ കാന ലിബ്നി അബീ ഖുഹാഫ യതഖദ്ദമ ബൈന യദൈ റസൂലില്ലാഹ്. അബൂ ഖുഹാഫയുടെ മോനെ റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കാനുള്ള ഒരു അവകാശമില്ല എന്ന് പറഞ്ഞു. പിന്നോട്ട് റസൂലുള്ളാഹിന്റെ കൽപ്പന അവിടെ മാറ്റിവെച്ച് പിന്നോട്ട് നിന്നു. അപ്പൊ ചിലപ്പോ അങ്ങനെ വേണ്ടി വരും. അങ്ങനെ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു അവർക്ക് മറുപടി പറഞ്ഞു, പല കാര്യങ്ങളും സംസാരിച്ചു. അവസാനം ചോദിച്ചു, എന്താണ് ഇമാം അബൂ ഹനീഫയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ എല്ലാ അർത്ഥത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. وقد زان البلاد ومن عليها إمام المسلمين أبو حنيفة بأحكام وآيات وفقه كآيات الزبور على الصحيفة وما في المشرقين له نظير ولا في المغربين ولا بكوفة فرحمة ربنا أبدا عليه مدى الأيام ما قرئ الصحيفة. ഇമാം ഷാഫി ആ ജനങ്ങളെ കേൾപ്പിച്ചു. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വം അവിടെ അവതരിപ്പിക്കുകയാണ്. വമാ ഫിൽ മശ്രിഖൈനി വൽ മഗ്രിബൈനി യദീറു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മശ്രിഖ് മഗ്രിബിൽ അദ്ദേഹത്തിന് സമമായിട്ടാകുന്നില്ല. വലാ കൂഫയിലുമില്ല. കൂഫയിൽ ലോക പ്രശസ്തരായ പലരും കടന്നുപോയതാണ്, അവിടെയുമില്ല. ലോകത്ത് മുഴുവനും ഒരു തട്ടിലും അബൂ ഹനീഫ ഇമാമിനെ വേറൊരു തട്ടിലും വെച്ചാൽ അബൂ ഹനീഫ ഇമാം വിവരം കൊണ്ടും ബുദ്ധി കൊണ്ടും കൂടുതൽ തൂങ്ങും. ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ആ രാജ്യങ്ങളിലുള്ള ജനങ്ങളും പണ്ഡിതന്മാരുമെല്ലാം ഒരു തുലാത്തിൽ. അബൂ ഹനീഫ ഇമാം മറ്റൊരു തുലാത്തിൽ വന്നാൽ അബൂ ഹനീഫ ഇമാം ആയിരിക്കും കൂടുതൽ തൂങ്ങുക എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞെങ്കിൽ അത് അദ്ദേഹത്തെ ഇമാം ഷാഫി അവർക്ക് ഉയർത്തിയത്. പണ്ഡിതന്മാർ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിയാൽ മറ്റു പണ്ഡിതന്മാരെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ അവർ കാണും. ഇതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതുപോലെ നിയ്യത്തിന്റെ പ്രശ്നം, അൽഹംദുലില്ലാഹയുടെ പ്രശ്നം വന്നല്ലോ. അൽഹംദുലില്ലാഹിനെ സംബന്ധിച്ചിടത്തോളം വേറെയും ഒരു വമ്പിച്ച പ്രശ്നം അവിടെയുണ്ട്. ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണ് എന്ന് ഫാത്തിഹയിൽ തന്നെ പ്രകടമാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബിസ്മി ഫാത്തിഹയുടെ ഭാഗമാണ് എന്ന് ഫാത്തിഹയിൽ തന്നെയുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഫാത്തിഹയുടെ പേരാണ് എന്നുള്ളത് വ്യക്തമാണല്ലോ. വളരെ പ്രബലമായ ബുഖാരിയുടെയും മറ്റും നേരത്തെ പറഞ്ഞ മുവത്തയിലും ഒക്കെ ഉള്ള സംഗതിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് ഫാത്തിഹയുടെ പേരാണ്. എന്നാ ഞാൻ ആദ്യത്തെ ആയത്ത് അർത്ഥം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ബിസ്മിന്റെ താലൂക്ക് ഇതിനോട് ആ ബിസ്മിയുടെ താലൂക്ക് പുറത്തൊന്നിനേടെ ആക്കുന്നതിലേറെ നല്ലത് അവിടെ തന്നെ കാണുന്നുള്ളതല്ല. അതാണ് നിയമം. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങുന്നതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്ന ഫാത്തിഹ. നാം മനസ്സിലാക്കണം, ഇത് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ചിന്തിക്കേണ്ട സംഗതിയാണ്. ബിസ്മിയുടെ താലൂക്ക് പുറത്തുള്ള ഒന്നിന് അബുദ്ധതിയു അങ്ങനെ അതല്ല. ഇവിടെ പറ്റുമെങ്കിൽ ഇവിടെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഉള്ളിൽ പറ്റാത്തതാണ് പുറത്തേക്ക് വിടല്. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ നാമത്തിൽ സുബൂത്താൻ എന്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഫാത്തിഹ. ഇതല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ
ഏറ്റവും അഗാധമായ അത്യാഘാതമായ വീക്ഷണത്തിന്റെ ഭാഗമായി നമുക്ക് ചിന്തിക്കുമ്പോൾ കണ്ടെത്തുന്നത്. അതുപോലെ നിയ്യത്തിന്റെ കാര്യം, നിയ്യത്ത് ആദ്യം തന്നെ ഉണ്ടായിരിക്കണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകളെല്ലാം നിയ്യത്ത് കൊണ്ടാണ്. പിന്നെ നമസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന ഒരു ശരിയായ ധാരണ ഉണ്ടായിരിക്കണം. അതാണ് നിയ്യത്ത്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത ഹത്താ തഅലമൂ മാ തഖൂലൂൻ, ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാരാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ആ നിലക്കല്ല നിങ്ങൾ നമസ്കാരവുമായി സമീപിക്കാൻ പാടില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ആ നിലക്കല്ല നമസ്കാരത്തിൽ ആരംഭിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ എന്താ പറയുന്നത്? അല്ലാഹു അക്ബർ എന്നാണ് ആദ്യം പറയുന്നത്. രണ്ട് ഫർളിൽ ഒരു ഫർളല്ലേ അല്ലാഹു അക്ബർ. അപ്പൊ ഈ അല്ലാഹു അക്ബർ പറയുമ്പോ ഇതെന്തിനാണ് പറയുന്നത്? എന്തിനാണ് ഈ അല്ലാഹു അക്ബർ എല്ലായിടത്തും കേൾക്കുന്നു പറയുന്നതല്ലേ? അതിന്റെ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് തന്നെ അല്ലാഹു അക്ബർ അതുപോലെ പിന്നെ ബാങ്കിലും ഇഖാമത്തിലും പലതവണ പറഞ്ഞതല്ലേ? നമസ്കാരത്തിന്റെ ആദ്യത്തിൽ അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ അത് ആദ്യം പറഞ്ഞ അല്ലാഹു അക്ബർ തന്നെയാണോ? ആദ്യം പറഞ്ഞ വാങ്ങിന്റെ അല്ലാഹു അക്ബറാണ്, പിന്നെ പറഞ്ഞ ഇഖാമത്തിന്റെ അല്ലാഹു അക്ബറാണ്. അതെല്ലാം കഴിഞ്ഞ് നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് നിസ്കാരത്തിനാണ്. ഇവിടെ 14 ഫറളുകൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ് എന്ന് ശരിയായ അറിവ് ആദ്യത്തിലുണ്ടായിരിക്കണം. ഹത്താ തഅലമൂ മാ തഖൂലൂ, നിങ്ങൾ പറയുന്നത് ശരിക്കും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് തന്നെ നിയ്യത്ത് എന്ന് പറയുന്നത്. കൃത്യമായി ആരംഭത്തിൽ നിയ്യത്ത് പൂർണ്ണമായി ഉണ്ടായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വേറെ, വഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ അതും വേറെ. അതും ഇതിന്റെ ഒക്കെ ഭാഗങ്ങളാണ്, ആശയങ്ങളാണ്. ഈ നിലയ്ക്ക് നാം ചിന്തിക്കുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ലോകത്തിന് നൽകിയ കർമ്മശാസ്ത്രം അത് ഏറ്റവും ഉയർന്ന ഒരു കർമ്മശാസ്ത്രം തന്നെയാണ്. പിന്നെ അവിടുത്തെ നിയമങ്ങൾ, ആ നിയമങ്ങൾ അന്ത്യനാൾ വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം. അവിടുത്തെ ശിഷ്യന്മാർ ആ നിലക്കാണ് അത് കൈകാര്യം. അവരാ എഴുതി വെച്ച ഇമാം ഷാഫിയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഇന്ന് നാം വിലയിരുത്തുമ്പോൾ അന്ത്യനാൾ വരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ടോ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. യാതൊരു സംശയവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ അത്ഭുതങ്ങൾ കാണുന്നല്ലോ. എന്നാൽ നിങ്ങൾ നോക്കൂ, ഒരു 10-25 വർഷം തുടർന്ന് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ ഹൈറാണെങ്കിൽ അള്ളാഹ് നമ്മൾ ജീവിപ്പിക്കട്ടെ, ഇല്ലെങ്കിൽ അടിച്ചു പോട്ടെ. 10-25 വർഷം ഈ ഇവിടെ ഇരിക്കുന്നവരെ കാര്യം പറയണത്, ഇന്നെപ്പോലത്തെ കുറെ വയസ്സന്മാരെ കാര്യമല്ല പറയണത്. പിന്നെ പടച്ചോ വിചാരിച്ചൊക്കെ നടക്കും, അത് വേറെ സംഗതി. ഒരു 25 വർഷം ഇവിടെ ജീവിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഇവിടെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമല്ലാതെ മനുഷ്യൻ ജനിക്കും എന്നതാണ്. പിതാവ് ഇന്ന് കാണുന്നത് പോലെ പിതാവും മാതാവിനെ അറിയാതെ എന്നല്ല, അറിയാതെപ്പോഴും പലയിടത്തും ജനിക്കുന്നുണ്ട്. അതല്ല വിഷയം. യഥാർത്ഥത്തിൽ പിതാവും മാതാവും ഇല്ലാതെ ഇവിടെ മനുഷ്യൻ ജനിക്കും. ഇമാം ഷൈറാനി എഴുതിയ ഗ്രന്ഥത്തിൽ കാണാം, പൂർവകാലത്ത് ചില ശാസ്ത്രജ്ഞന്മാർ ബീജത്തിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. 1 കൊല്ലം ജീവിച്ചു. പക്ഷെ എങ്ങനെ ജീവിച്ചു? ഇടയ്ക്ക് കണ്ണ് തുറക്കും, പിന്നെ കണ്ണ് പൂട്ടും, പിന്നെ കണ്ണ് തുറക്കും പൂട്ടും. ഒരു ഭക്ഷണം കഴിച്ചില്ല, ഒന്നും സംസാരിച്ചില്ല, ചിരിക്കുക പോലും ചെയ്തില്ല, ഇളിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ 1 കൊല്ലം, പിന്നെ അങ്ങ് മരിച്ചുപോയി. അതാ അന്ന് നടന്നത്. ഷൈറാനിയുടെ വാക്ക് നോക്കിയാൽ കാണാം. ഏതാണ് 25 വർഷം ഇനി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും, പിതാവും മാതാവും ഇല്ലാതെ ഇവിടെ ജനങ്ങൾ മനുഷ്യരിൽ ജനിക്കും. ഇപ്പോൾ തന്നെ പോപ്പിനെ പോലുള്ള ചില ആളുകൾ ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞതാ, ആ പണി ഇപ്പൊ നടത്തണ്ട, ഇപ്പോൾ നടത്തണ്ട എന്ന് പറഞ്ഞു. ശാസ്ത്രജ്ഞന്മാർ മാറ്റി അത് നിർത്തപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലേ, വായിച്ചിട്ടില്ലേ? ദൈവഗണം കണ്ടുപിടിച്ചു.
അല്ലേ? ദൈവഗണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം ലോകത്തെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ഘടകം അത് കണ്ടുപിടിച്ചു. ലോകത്തെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും ആദ്യത്തെ ഘടകം അത് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങോട്ടുള്ള എല്ലാം മനുഷ്യന് ഇനിയും ചിന്തിച്ചാൽ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഈ കണങ്ങൾ സ്വയം ഉണ്ടായതാണ് എന്നൊരു ഭാഗം ശാസ്ത്രജ്ഞന്മാർ, അല്ല ഈ കണത്തെ അതിന്റെ അപ്പുറത്തൊരു ദൈവം ഉണ്ടാക്കിയതാണ് എന്ന്. അങ്ങനെ രണ്ടഭിപ്രായം ആ വിഷയത്തിൽ നിലനിൽക്കുന്നു. ഏതാകട്ടെ, ഏറ്റവും ആദ്യത്തെ സൃഷ്ടിയുടെ ആദ്യത്തെ ഘടകമായ ആ വസ്തു, അതിന്റെ പേരെന്തായിരുന്നാലും ശരി, അത് കണ്ടുപിടിച്ചിരിക്കുന്നത് ആ ദൈവമാണ്. ഇനി ശാസ്ത്രം മുന്നോട്ട് പോയാൽ ഇവിടെ മനുഷ്യനെ തന്നെ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ഒരു ലോകം വന്നാൽ അവിടെ ഷാഫി ഇമാം, അതുപോലത്തെ ഇമാം അബൂ ഹനീഫയും മറ്റുമൊക്കെ പറഞ്ഞ ആ കർമ്മശാസ്ത്രമുണ്ടല്ലോ, അതിനൊന്നും പറ്റില്ലാതെ അപ്പടി തന്നെ നടപ്പാകുന്ന നിയമങ്ങൾ അടിസ്ഥാനപരമായി ഇവിടെയുണ്ട്. സുന്നത്ത് ജമാഅത്തിന് ശത്രുക്കൾ പറയും ലോകം പുരോഗമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ ഫിഖിനൊന്നും പ്രസക്തിയില്ല എന്ന് പറഞ്ഞാൽ അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഖുർആനിലെവിടെ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഖുർആനിലെവിടെ? എന്നാൽ ഖുർആനിലുണ്ട്. മനുഷ്യന് ആവശ്യമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അത് ഖുർആൻ പറഞ്ഞു. അത് ഈ മദ്ഹബിന്റെ ഇമാമികൾ അവരുടെ ഗവേഷണത്തിലൂടെ അവർ പല ഭാഗത്തും കുറിച്ചിട്ടു. അത് വിശദമായി മദ്ഹബിന്റെ അവരുടെ ശിഷ്യന്മാർ അത് അവർ ഉൾക്കൊണ്ടു. അങ്ങനെ ഖിയാമത്ത് നാൾ വരെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം. അതിനൊക്കെ നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഭവം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഭരിക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൗലാ അലി ഹലക ഉമർ, അലി ഇപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഉമർ നശിക്കുമായിരുന്നു എന്ന്. എന്താ വിഷയം? വമ്പിച്ച കർമ്മശാസ്ത്ര പ്രശ്നങ്ങൾ വന്നു. അവിടെ അറേബ്യൻ രാജ്യത്ത് ഈ മറ്റേ ആണും പെണ്ണുമല്ലാത്ത നപുംസകങ്ങൾ വളരെ കൂടിയ കാലഘട്ടമാണ്. ഭൗതിക ശാസ്ത്രം വേണ്ടത്ര പുരോഗമിച്ചില്ല, വൈദ്യശാസ്ത്രം. അപ്പൊ നപുംസകങ്ങൾ കൂടുതലുണ്ടായിരുന്നു. അങ്ങനെ ഒരു നപുംസകം വളരെ അത്ഭുതാവഹമായി അദ്ദേഹം ഒരു കല്യാണം ചെയ്തു, അതിൽ ഭാര്യയ്ക്ക് ഗർഭം ധരിപ്പിച്ചു. പിന്നെ വേറെ ഒരുത്തനിക്ക് അദ്ദേഹം തന്നെ അല്ലെങ്കിൽ അദ്ദേഹം വിവാഹിതയായി പ്രസവിച്ചു ചെയ്തു. അപ്പൊ ഒരു സ്ത്രീക്ക് പ്രസവം കൊടുത്തു, മറ്റൊരു പുരുഷന്റെ പ്രസവം ഏറ്റു. ഈ ഹംക്കിന് എന്ത് ചെയ്യണമെന്ന്? ഹംക്ക് എന്ന് പറഞ്ഞ മോശാണ്, അയാൾക്ക് എങ്ങനെ സംഭവിച്ചു പോയതാണ്, നമ്മൾ വെറുതെ പറയാണ്. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മേശപ്പുറത്ത് പ്രശ്നമെത്തി, ഇതെന്ത് ചെയ്യണം, ഇയാളാണോ പെണ്ണോ? അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. ആ വിഷയങ്ങളിലെല്ലാം വളരെ ബുദ്ധിപരമായി പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന ആളാണ് അലി റളിയല്ലാഹു തആല. അലി റളിയല്ലാഹു തആല അൻഹു വിധിച്ചു, ഇയാൾ പ്രസവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് പെണ്ണായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രസവം ഗർഭം കൊടുക്കാൻ ആണ് തന്നെ വേണമെന്നില്ല. കാരണം മറിയം ബീവിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഒരു കുട്ടിയെ കൊടുത്തല്ലോ, ജിബ്രീൽ ആണല്ല കൊടുക്കുക. അപ്പൊ ഗർഭം കൊടുക്കാൻ ആണ് തന്നെ വേണമെന്നില്ല, നാം മനസ്സിലാക്കണം. ഗർഭം കൊടുക്കാൻ ആണ് തന്നെ വേണമെന്നില്ല. അതാണ് ജിബ്രീലിന്റെയും മറിയം ബീവിന്റെയും സംഭവം. എന്നാൽ ഇവിടെ പ്രസവിച്ചു കഴിഞ്ഞു. ഇൻ ഉമ്മഹാത്തുഹും ഇല്ലല്ലദീന വലദിന. ഒരു വിഷയത്തിൽ പറഞ്ഞപ്പോ അവരെ പ്രസവിച്ച അവർ തന്നെയാണ് മാതാക്കൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രസവിച്ചു, അതുകൊണ്ട് ഇവൾ പെണ്ണാണ്. അന്ന് ആ ന്യായത്തെ, ആ നിയമത്തെ എതിർക്കാൻ ആരും കഴിഞ്ഞില്ല. അത് അതൊരു അവസാനത്തെ വാക്കായി. ഇതാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ലൗലാ അലി ലഹലക ഉമർ. ഇപ്പോൾ അലി ഇല്ലായിരുന്നുവെങ്കിൽ ഉമർ ആകെ പ്രശ്നത്തിലാകുമായിരുന്നു എന്ന്. ഭരണമല്ലേ, ഭരണാധിപൻ കാര്യം പറയണ്ടേ, നിയമം പറയണ്ടേ. ഇതാണ് ഇസ്ലാമിന്റെ ശാസ്ത്രം. ഇതേ ശാസ്ത്രമാണ് അതേ തുടർച്ചയിൽ മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഉൾക്കൊണ്ടത്.
ചില കാര്യങ്ങളിൽ അവരെക്കാൾ മുന്നിൽ പോയി എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള ഏറ്റവും ഉയർന്ന ഗവേഷണങ്ങൾ മദ്ഹബിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാമികളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമല്ല. അവർ ചെറുപ്പം മുതൽക്ക് തന്നെ അങ്ങനെയായിരുന്നു. അതാ അതിന്റെ അത്ഭുതം. ഒരാൾ ഇതേമാതിരി ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഓടി വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലാഖിന്റെ കാര്യം, എന്റെ വായിലൊരു പഴമുണ്ട്, ഇത് തുപ്പിയാലും എന്റെ ഭാര്യയുടെ തലാഖ് പോകും, ഇത് തിന്നാലും എന്റെ ഭാര്യയുടെ തലാഖ് പോകും, ഇനിയിപ്പോ എന്താ ഞാൻ വേണ്ടത്? ഇത് തുപ്പിയാലും ഭാര്യന്റെ തലാഖ് പോകും, ഇത് തിന്നാലും ഭാര്യയുടെ തലാഖ് പോകും, എനിക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു കുടുങ്ങി, അതുകൊണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യണം? അപ്പൊ ഇമാം ഷാഫി പറഞ്ഞു, എന്നോടോ പകുതി തിന്നാളാ, പകുതി തുപ്പിക്കളാ. ശരിയായില്ലേ? പകുതി തിന്ന് പകുതി തുപ്പി, തലാഖ് പോയില്ല. ഇങ്ങനത്തെ ചെറിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഗതിയാ. ചെറുപ്പം മുതൽക്ക് തന്നെ അവരുടെ പോക്കങ്ങനെ ആ നിലക്കാണ് അവര് മദ്ഹബിന്റെ നിയമങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അന്ത്യനാൾ വരെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ വേറൊരു കാര്യം, ഈ മദ്ഹബിന്റെ ഇമാമികൾ അവർ കർമ്മശാസ്ത്രം മാത്രമേ അവർക്ക് അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല എന്നാ ചില ആളുകൾ പറഞ്ഞു നടക്കുന്നത്. കർമ്മശാസ്ത്രം മാത്രമേ അറിയൂ, വേറെ ഒന്നും അറിയില്ല എന്നാ പറഞ്ഞു നടക്കുന്നത്. അല്ല, അവർ അവരുടെ കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ഭാഷാ പണ്ഡിതന്മാരായിരുന്നു, ശാസ്ത്ര പണ്ഡിതന്മാരായിരുന്നു, ഭാഷാ പണ്ഡിതന്മാരായിരുന്നു. അസ്മഇയെ പോലുള്ള അന്നത്തെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാർ ഇമാം ഷാഫിയെയാണ് ഭാഷയ്ക്ക് സമീപിച്ചിരുന്നത്. അതിനിടയ്ക്ക് കർമ്മശാസ്ത്രത്തിൽ നല്ല വെള്ളം ഉപ്പുവെള്ളം സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് മിൽഹും മാലിഹി ഉപ്പുവെള്ളം. ഉപ്പുര കർമ്മശാസ്ത്രത്തിൽ ഗ്രന്ഥത്തിൽ മിൽഹും മാലിഹി. അപ്പൊ വേറെ ഒരു സാഹിത്യകാരൻ എവിടെന്നോ വലിയ ആളായിട്ട് വന്നിട്ട് പറഞ്ഞു, മാലിഹി എന്നല്ലല്ലോ ഉള്ളത്, മാലിഹി എന്ന് ഖുർആനിൽ മിൽഹി എന്നല്ലേ? ഇത് ഉപ്പുവെള്ളം മിൽഹി എന്നല്ലേ പറഞ്ഞത്, മാലിഹി എന്നല്ലോ അല്ലല്ലോ. അപ്പൊ മിൽഹി എന്നതാണ് സാഹിത്യം, മാലിഹി എന്നത് സാഹിത്യമല്ല, ഭാഷയിൽ അതില്ല എന്ന് ഇമാം ഷാഫിയെ വിമർശിച്ചു പറഞ്ഞു. അതിന് അന്ന് കൊടുത്ത മറുപടി ഇമാം ദമഖ്ശരി അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ, ഖുർആൻ വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്, ഭാഷയിൽ മിൽഹി ഉപ്പുവെള്ളം എന്നതിന് മിൽഹി എന്ന് മാത്രമല്ല മാലിഹി എന്നുമുണ്ട്. അതിന് ഏതോ കാലത്തൊരു പ്രശസ്തനായ ഷായിർ, ആ എഴുത്തുകാരൻ സാഹിത്യകാരൻ, അയാളുടെ പ്രേമഭാചനത്തിനെ സംബന്ധിച്ച് പാടിയ പാട്ട് കാമുകിയെ സംബന്ധിച്ച് പാടിയതാണ്. കാമുകിയെ സംബന്ധിച്ച് പാടാൻ നിന്നാൽ പിന്നെ അവർക്ക് പിന്നെ ബോധമില്ല. അതുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞത് ആ പദ്യം ഗദ്യമൊക്കെ ഉണ്ടല്ലോ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന്. അവൾ സമുദ്രത്തിൽ തുപ്പിയാൽ, സമുദ്രമാണെങ്കിൽ മുഴുവൻ ഉപ്പുവെള്ളമാണ്. അങ്ങനെ ഉള്ള ഉപ്പുവെള്ളമുള്ള സമുദ്രത്തിൽ അവൾ തുപ്പിയാൽ ആ സമുദ്രത്തിലെ വെള്ളമാകും. അവളുടെ ആ തുപ്പുനീരിന്റെ പവറ് കാരണം അത് മുഴുവനും നെൽത്തണ്ണീരായി മാറും. അപ്പൊ ഇവിടെ സമുദ്രത്തിലെ വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞത് മിൽഹല്ല, ഉപ്പുവെള്ളം, ഉപ്പുവെള്ളത്തിന് മാലി. അപ്പൊ അറബി സാഹിത്യത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശരിയാണ്, മിൽഹ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സാഹിത്യത്തിൽ അങ്ങനെ പ്രയോഗമുണ്ട്. അതുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞത് സാഹിത്യത്തിൽ നിന്ന് പുറത്തല്ല എന്ന് ഇമാം ദമഖ്ശരി പറഞ്ഞു. പിന്നെ തുപ്പിയാൽ നെൽത്തണ്ടീനാവോ അല്ലേ എന്നത് അത് വേറെ വിഷയം. അതിപ്പോ ഇനിയിപ്പോ അയാൾ അതിനപ്പുറം പറയുകയാണെന്നുണ്ടെങ്കിൽ അവളെങ്ങാനും സമുദ്രത്തിൽ മൂത്രിച്ചു പോയാൽ അത് ഹൗദുൽ കൗസറായി മാറും എന്നും ഈ അന്നത്തെ സാഹിത്യകാരന്മാർ പറയും. അത് നമുക്കറിയാമല്ലോ.
ഫമിസ്ലിക ഹുബലാ ഖത്തറഖതു വമുർലി ഫഅല്ലൈതു അൻദിതമായി മമൂയലി എന്ന് എംപിയിൽ കൈത് പറഞ്ഞതാ. അതിന്റെ അർത്ഥം നമ്മുടെ കുട്ടികൾക്ക് വരെ അറിയാം. അപ്പൊ അവരെ പറഞ്ഞത് എങ്ങനെ? ഇതാണ് ഇമാം ഷാഫി പറഞ്ഞത്. ഇറാഖിൽ വെച്ച് ഇമാം ഷാഫിയോട് പറഞ്ഞു, അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യന്മാരെല്ലാം വലിയ വലിയ സാഹിത്യകാരന്മാരാണ്, വലിയ വലിയ കവിതാ രചയിതാക്കളാണ്, മഹാപണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കതിൽ താല്പര്യമില്ല. ഇങ്ങനെയുള്ള ഇത് നടക്കുന്ന ഈ പദ്യങ്ങളും ഗദ്യങ്ങളും സാഹിത്യവും ഒക്കെ ഉണ്ടല്ലോ, അത് പണ്ഡിതന്മാർക്ക് യോജിച്ചതല്ല. നേരെ മറിച്ച് അത് പണ്ഡിതന്മാർക്ക് യോജിച്ചതാണ് എങ്കിൽ റബിയയേക്കാൾ ഏറ്റവും ലോകപ്രശസ്തനായ സാഹിത്യകാരനായിരിക്കും, കവിതാ രചയിതാവായിരിക്കും ഞാൻ എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല പറഞ്ഞു. കവിത രചിച്ചിട്ടില്ല എന്നല്ല, അദ്ദേഹം രചിക്ക എന്ന നിലക്കല്ല, അദ്ദേഹം സാന്ദർഭികമായി അങ്ങനെ തന്നെയല്ലേ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്ദർഭികമായി ചില കവിതകളെല്ലാം പാടിയിട്ടുണ്ട്, മറ്റുള്ളവർ പാടിയത്. ചിലത് കവിത എന്ന ലക്ഷ്യമില്ലാതെ അവിടുത്തെ ശൈലിയിൽ കവിതയായി പുറത്തു വന്നതുമുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭാഷാ ശാസ്ത്രത്തിൽ മഹാനായ ഇമാം ഷാഫി എന്ന് വേണ്ട, അതുപോലെയുള്ള എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം അനുകരണീയനായ പണ്ഡിതനായിരുന്നു. അതൊരു മുജ്തഹിദ് മുത്ലഖിന്റെ പ്രത്യേകതയാണ്. ഒരു മുജ്തഹിദ് മുത്ലഖ് കർമ്മശാസ്ത്രം പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പരിധി അതിലൊതുങ്ങുന്നില്ല. ഖുർആൻ, ഹദീസ് പ്രമാണങ്ങൾ, അതിന് അടിസ്ഥാനപരമായ ശാസ്ത്രമായ ഉസൂലുൽ ഫിഖ് അതാണല്ലോ അവർ ഉണ്ടാക്കിയത്. മദ്ഹബിന്റെ ഇമാമികൾ എന്ന് പറഞ്ഞാൽ അവർ നിയമം പറഞ്ഞതല്ല, നിയമത്തിന്റെ നിയമം പറഞ്ഞവരാണ്, നിയമം പറഞ്ഞ ശിഷ്യന്മാരാണ്. നിയമത്തിന്റെ നിയമമാവുന്ന ഉസൂലാണ് മദ്ഹബിന്റെ ഇമാമികൾ പറഞ്ഞത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെന്ന് പറയാനെ പറ്റില്ല. അവർ സർവലോക ശാസ്ത്ര സർവകലാ വല്ലവരാണ്. ഇതാണ് അൽ മുജ്തഹിദുൽ മുത്ലഖ്. അൽ മുജ്തഹിദുൽ മുത്ലഖ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഉപാധി. ഇവിടെ നാം വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല, എന്റെ 1 മണിക്കൂർ ഏതാണ്ട് കഴിഞ്ഞോ എന്ന് സംശയം, ഞാൻ നീട്ടി പറയുന്നില്ല. ഇസ്ലാമിന്റെ ഫിഖ് നിയമങ്ങളൊക്കെ പറഞ്ഞാൽ അതാ തുടർച്ചയിൽ വരണം കേട്ടോ, അതാ തുടർച്ചയിൽ വരണം. ആ തുടർച്ചയാണ് മദ്ഹബിന്റെ ഇമാമുകൾ നമുക്ക് നൽകിയത്, ആ തുടർച്ച. അതല്ലാതെ ഒരു ശൈഖ് എവിടെയെങ്കിലും ഇരുന്നിട്ട് എനിക്കങ്ങനെ തോന്നി, ഞാൻ സ്വപ്നം കണ്ടിരിക്കും, ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കും, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, എന്റെ മുരീദുമാർ നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ അത് നിയമമല്ല, ഇസ്ലാമിന്റെ നിയമമല്ല, അത് ഫിഖ്ഹിന്റെ നിയമമല്ല, അത് സുന്നത്ത് ജമാഅത്തിന്റെ നിയമമല്ല. ഇവിടെ അടിവരയിട്ട് ഇന്നത്തെ ഏത് ലോകത്തും അവർ പറഞ്ഞ പ്രസക്ത. അതിന്റെ ഒക്കെ തെളിവാണ് ഈ പറയുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കുല്ലുൽ ഉലൂമി സിവൽ ഖുർആനി മുശ്കിലത്തുൻ ഇല്ലൽ ഹദീസ വഇല്ലൽ ഫിഖ്ഹ ഫിദ്ദീനി വൽഇൽമു മാ കാന ഫീഹി ഖാല ഹദ്ദസനാ വമാ സിവാ ദാക വിസ്വാസു ശയാത്തീൻ. വിജ്ഞാനങ്ങൾ ലോകത്ത് പലതുമുണ്ട്, എന്നാൽ ഖുർആൻ, ഹദീസ്, കർമ്മശാസ്ത്രം ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാനം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം മനുഷ്യന്റെ സമയം കളയുന്നതാണ്, സമയം കൊല്ലികളാണ്. കുല്ലുൽ ഉലൂമി സിവൽ ഖുർആനി മുശ്കിലത്തുൻ ഇല്ലൽ ഹദീസ വഇല്ലൽ ഫിഖ്ഹ ഫിദ്ദീനി. കർമ്മശാസ്ത്രവും ഖുർആൻ, ഹദീസ് ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ട്, ഇതൊക്കെയിൽപ്പെട്ട്. ഇതല്ലാത്ത എല്ലാ വിജ്ഞാന ശാഖകളും മനുഷ്യന്റെ സമയം കൊല്ലുന്നതാണ്, അവന്റെ ജീവിതം നശിപ്പിക്കുന്നതാണ്. എന്നാൽ യഥാർത്ഥ വിജ്ഞാനം ഏത്? എന്ന് പറഞ്ഞിട്ടുള്ള പാരമ്പര്യം ഉദ്ധരിച്ചുകൊണ്ട് ഉസ്താദിൽ നിന്ന് അങ്ങനെ നബിയിലേക്ക് എത്തുന്ന ഹദ്ദസന പറഞ്ഞുകൊണ്ടുള്ളതാണ് വിവരം. അല്ലാതെ ഞാൻ പറയുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കങ്ങനെ സ്വപ്നമുണ്ടായി, ഞാൻ നിങ്ങളെ ശൈഖല്ലേ, ഇതൊന്നും നിയമമല്ല. ഹദ്ദസന എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരിക്കും.
അതല്ലാത്തതൊക്കെ വിശ്വാസു ശയാത്തീൻ, അത് പിശാചിന്റെ വസ്വാസാണ്. വിശ്വാസു ശയാത്തീൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ലോകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകളെ കബളിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ, വിശ്വാസത്തിലും ആചാരത്തിലും സുന്നത്ത് ജമാഅത്തിനെതിരിൽ നീങ്ങുന്ന സ്വന്തം കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നവർക്കെതിരിൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു. അതല്ലേ റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗൈബ, എന്നെ സാക്ഷികളായവർ ഇവിടെ വരാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗൈബ, എന്നെ സാക്ഷികളായവർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അഥവാ സാക്ഷികളാകണം അവർ. എന്നിട്ട് പറയണം ഹദ്ദസനാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ അപ്പുറത്ത് പോയി പറയണം. ഇതാണ് സാക്ഷി. ഇതാണ് ഇമാം ഷാഫി പറയുന്നത്. വല്ലിൽ മുമ്മാ കാന ഫീഹി ഖാല ഹദ്ദസനാ, ഹദ്ദസനാ എന്ന് പറയുന്ന രൂപത്തിലുള്ള അതാണ് ആ വീക്ഷണങ്ങളെല്ലാം എത്രമാത്രം മനോഹരമാണ്, ചിന്തോദ്ദീപകമാണ്. അതുകൊണ്ട് ഇതിലൊന്നും ഒതുങ്ങുന്നില്ല. ഇമാം ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും ഒതുങ്ങുന്നില്ല. ഇതുപോലെ തന്നെ മദ്ഹബിന്റെ മുത്തലക്ക് മുജ്തഹിദുകൾ എന്ന് നാം അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുത്തലക്കാണ്. അവരെ നിർണയിക്കാൻ, നിർവചിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. അതേ സമയത്ത് അവിടുത്തെ ജീവിതം, പരിശുദ്ധ ഖുർആൻ ഓരോ ദിവസവും ഒരു ഖത്തം തീർക്കാറുണ്ടായിരുന്നു. റമളാനിൽ ഒരു ദിവസം 2 ഖത്തം. ചില നിയമങ്ങൾ മുന്നിൽ വരുമ്പോൾ ആ നിയമങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരുപാട് ഓതും. ഒരിക്കൽ ഇമാം റബീ ഇബ്നു സുലൈമാൻ മറാദി, ഇമാം ഷാഫിയുടെ ഒന്നാമത്തെ ശിഷ്യൻ എന്ന് പറയാവുന്ന, എന്ന് വെച്ചാൽ ആ ഏറ്റവും അടുത്ത ആ ശരീക്കന്മാരിലുള്ള ആളാണ്. ഇമാം ഷാഫിയുടെ ശിഷ്യന്മാർ ശരീക്കന്മാർ റബീ ഇബ്നു സുലൈമാൻ മറാദി, അതുപോലെ മുസ്നി, ഇങ്ങനെയുള്ളവരുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഇമാം റബീ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ഒരിക്കൽ ഇമാം ഷാഫി റളിയല്ലാഹു തആല ഞങ്ങളും കൂടി ഇരിക്കുമ്പോൾ, ദർസിലിരിക്കുമ്പോൾ ഒരു കിഴവൻ കടന്നു കയറി വന്നു. അദ്ദേഹം കടന്നു വരാൻ സമ്മതം ചോദിച്ചു. സമ്മതം കൊടുത്തു, സലാം പറഞ്ഞു, മടക്കി ഇരുന്നു. ഉസ്താദിനോട് ചോദിച്ചു, ഷാഫി ഇമാമൻ ചോദിച്ചു, എന്താണ് ദീനിൽ നിങ്ങളുടെ പ്രമാണം? അപ്പോൾ ഇമാം ഷാഫി പറഞ്ഞു, ഒന്നാമത്തെ പ്രമാണം ഖുർആനാണ്, പിന്നെയോ രണ്ട് ഹദീസാണ്, 3 അത് ഇജ്മാഅ്, മൂന്നാമത്തെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇജ്മാഅ് ഇസ്ലാമിന്റെ പ്രമാണമാണ് എന്നതിന്റെ തെളിവെന്ത്? അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല ചിന്തിച്ചു. അപ്പോൾ തെളിവ് തന്റെ മുമ്പിലില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഖുർആൻ ഹദീസ് കഴിഞ്ഞ് പിന്നെ ഇജ്മാഇനെ കുറിച്ച് ചോദിക്കുമ്പോ അത് വളരെ ചിന്തിച്ചിട്ട് പറയേണ്ട ഒരു സംഗതിയാണ്. ഈ വന്ന ആള് ഒരു പക്ഷേ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എങ്കിൽ ഇമാം ഷാഫിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഞാൻ ആലോചിച്ച് പറയാം, അത് ഇൽമിന്റെ ഒരു വകുപ്പാണ്, അതൊരു ഇൽമിന്റെ ഒരു മര്യാദയാണ്. ആ മര്യാദയും കൂടി പാലിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ പരിശോധനയാണ്. ഒരു ഇൻസ്പെക്ഷനാണ് അവിടെ നടന്നത്, ഒരു സൂപ്പർവൈസറാണ് അവിടെ വന്നത്. അത് ഇമാം ഷാഫിക്കറിയാം. അതുകൊണ്ട് തെളിവ് തന്റെ കയ്യിലുണ്ടെങ്കിലും അപ്പോ ഞാനൊന്ന് ആലോചിച്ച് പറയാം. അങ്ങനെ എന്നാൽ എപ്പോൾ ആലോചിച്ച് പറയും? 3 ദിവസം കൊടുത്തു അവധി. 3 ദിവസം ഇമാം ഷാഫി റളിയല്ലാഹു തആല ചിന്തിച്ചു. 3-ാം ദിവസം ദുഹറിന് ഈ കിഴവൻ വീണ്ടും വന്നിട്ട് മുന്നിലിരുന്നു. അല്ല, ഞാൻ ചോദിച്ച സംഗതി. അപ്പൊ ഇമാം ഷാഫി റളിയല്ലാഹു തആല ഓതി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى. പ്രവാചകൻ ജീവിക്കുന്ന കാലത്ത് പ്രവാചകനോട് ആരെങ്കിലും എതിരായാൽ അവന്റെ കാര്യം പോക്കാൻ. പ്രവാചകന്റെ ശേഷം മുസ്ലിം ലോകത്തിന്റെ ചര്യ, മുസ്ലിം ലോകം ഏകോപിച്ച സംഗതിക്കെതിരായാൽ അവനും നരകാവകാശിയാണ്. അപ്പോ മുസ്ലിം ലോകത്തിന്റെ അഭിപ്രായത്തിനെതിരിൽ എന്ന് വരുന്നത് അവരുടെ ഇജ്മാഅ് ലംഘിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ ആയത്താണ് അതിന് തെളിവ്. ആദ്യം ശരി, ഓക്കെ എന്ന് പറഞ്ഞു തിരിച്ചുപോയി.
പിന്നീട് അത് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അത് മഹാനായ ഖളിറായിരുന്നു എന്ന് ഇമാം ഷാഫി പറഞ്ഞതായി ശിഷ്യന്മാർ രേഖപ്പെടുത്തി. അതെല്ലാം അവിടെ ഉണ്ടാകുന്നതാ. വലിയ വലിയ ഇമാം മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാമിന് കാര്യങ്ങൾ നിർദ്ദേശിച്ചത് ഖളിർ അലൈഹി ഇസ്ലാമല്ലേ? എന്ന് പറഞ്ഞ് മൂസ നബി അലൈഹി ഇസ്ലാം പ്രത്യേകമായ പഠനത്തിന് വേണ്ടി, പ്രത്യേകമായ പിജിക്ക് ഗവേഷണത്തിന് വേണ്ടി സമീപിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് ഖളിറാണെങ്കിൽ അതേ തുടർച്ചയാണ് ഇവിടെയും. ഇസ്ലാം വന്നു, ഈ തെളിവ് അംഗീകരിച്ചു പോയി. വേറെ തെളിവില്ലാഞ്ഞിട്ടല്ല, സിറാത്തുൽ മുസ്തഖീം ഇജ്മാഇന് തെളിവാണ്. അതുപോലെ ഇജ്മാഇന് തെളിവാണ്. തെളിവുകൾ ധാരാളമുണ്ട്. പക്ഷേ എല്ലാം കൃത്യമായി ഒന്ന് ശരിക്ക് ആലോചിച്ച് ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിൽ വെക്കുക എന്നതും കൂടി അവിടെയുണ്ട്. ഇങ്ങനെ അവിടുത്തെ തെളിവുകളെല്ലാം, വീക്ഷണങ്ങളെല്ലാം അത് ഔദ്യോഗികമായി അംഗീകരിക്കും. സഹോദരന്മാരെ, ഞാൻ നീട്ടി പറയുന്നു, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് ഇമാം ഷാഫി അവർക്ക് വളരെ വലിയ ബഹുമാനമാണ്, വളരെ വലിയ. ആലുൻ നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹിം വതാവദൻ ബിയദിൽ യമീനി സഹീഫതി. റസൂലുള്ളാഹിന്റെ കുടുംബം അഹ്ലു ബൈത്ത്, അത് റസൂലുള്ളാഹിലേക്കുള്ള എന്റെ വസീലയാണ്. റസൂലുള്ളാഹിലേക്ക് എന്റെ വസീല റസൂലുള്ളാഹിന്റെ കുടുംബമാണ്. റസൂലുള്ള അല്ലാഹുവിലേക്കുള്ള വസീലയാണ്. ആ ആലുൻ നബിയെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം അക്കാലത്ത് അവിടെ വളരെ നല്ല ആരാധനയിൽ കഴിഞ്ഞുകൂടിയിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, ഹസൻ രണ്ടാമന്റെ മകളാണ് നഫീസ ബീബി. നഫീസത്തുൽ മിസ്രിയ എന്നവർ ഹസൻ രണ്ടാമന്റെ മകളാണ്. ഏറ്റവും വലിയ ഭക്തയായിരുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ളവരായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു എപ്പോഴും അവരെ സന്ദർശിക്കാറുണ്ട്. സ്ത്രീകൾ പുറത്തിറങ്ങി വരാറില്ല, അതുകൊണ്ട് അവർ വീട്ടിൽ തന്നെ ഇരിക്കും. അവരോട് ദ്വാരക്കാൻ മഹാന്മാരായ ആളുകൾ അങ്ങോട്ട് ചെല്ലും. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചിലപ്പോൾ ചെല്ലും. റമളാനിൽ അവരുടെ പള്ളിയിൽ ഇമാം ഷാഫി തറാവീഹിന് നേതൃത്വം നൽകും. അവർ അവരുടെ മറ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് ഇമാം ഷാഫിയെ തുടർന്ന് നമസ്കരിക്കും. അവരുടെ വീട്ടിലുള്ള അവരുടെ പള്ളി, അവിടെ ഇമാം ചിലപ്പോൾ ഇമാം ഷാഫി ആയിരിക്കും. എപ്പോഴും ഇമാം ഷാഫി റളിയല്ലാഹു തആല ദുആ ചെയ്യാൻ വേണ്ടി അവരിലേക്ക് കുട്ടികളായക്കും ശിഷ്യന്മാരായക്കും. അങ്ങനെ ഇമാം ഷാഫി 205 വഫാത്താണ് ഇമാം ഷാഫി റളിയല്ലാഹു. 205 അവസാനമായി ഇവരെ സമീപിക്കാൻ ദുആ ചെയ്യിപ്പിക്കാനായി ശിഷ്യനെ അയച്ചു. അതുവരെ അവർ പറയാറുള്ളത് അല്ലാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സ് നൽകട്ടെ, അവരുടെ ഇൽമിനെ അല്ലാഹു തആല പ്രചരിപ്പിക്കട്ടെ എന്ന ദുആകളാണ് എപ്പോഴും നൽകാറുള്ളതെങ്കിൽ അവസാനമായി ഇമാം ഷാഫി പറഞ്ഞയച്ചപ്പോൾ അവർ പറയുന്നത് അല്ലാഹുവിന്റെ ലിഖാ അവർക്ക് നൽകട്ടെ, അല്ലാഹുവിന്റെ മഹത്തായ ദർശനം നൽകട്ടെ. അങ്ങനെ അത് കേട്ടപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു ചുറ്റുമുള്ളവരോട് പറഞ്ഞു, എന്റെ സമയം എത്തിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാദ അവർ നമസ്കരിക്കാൻ വേണ്ടി അവരോട് പറയണം. അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു മരിക്കുന്ന സന്ദർഭത്തിൽ കുറച്ച് കടങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടികളോടും അടുത്ത ആളുകളോടും പറഞ്ഞു, ഭരണാധിപനെ വിളിച്ചുകൊണ്ട് എന്നെ കുളിപ്പിക്കാൻ വേണ്ടി പറയണം. ഭരണാധിപനോ അന്നത്തെ ഭരണാധിപന അത്യാവശ്യം ബുദ്ധി ഉണ്ടായിരുന്നു. ഭരണാധിപന് മനസ്സിലായി അദ്ദേഹത്തിന് കുറച്ച് കടങ്ങളുണ്ട്, അത് തീർക്കലാണ് കുളിപ്പിക്കുക എന്നതിന്റെ അർത്ഥം. എന്നല്ല, കുളിപ്പിക്കാൻ വേറെ ആളുകൾ അവിടെയുണ്ട്. അങ്ങനെ ഭരണാധിപൻ കടങ്ങളെല്ലാം തീർത്ത് അങ്ങനെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കുളിപ്പിച്ചു. മയ്യിത്ത് പൊതു ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് നഫീസത്തുൽ മിസ്രിയയുടെ വീട്ടിലേക്ക് കയറ്റി. നഫീസത്തുൽ മിസ്രിയ എന്നവർ മയ്യിത്ത് നമസ്കരിച്ചു. ഇമാം ഷാഫിയുടെ ഏറ്റവും പ്രധാന ശിഷ്യനായ ഇബ്രാഹിമുൽ ബോയ്ത്തി റളിയല്ലാഹു തആല അൻഹു നഫീസത്തുൽ മിസ്രിയ എന്നവർക്ക് ഇമാം നിന്നു. അങ്ങനെ ആ ജമാഅത്ത് നിസ്കാരം, മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷമാണ് പൊതു ഖബർസ്ഥാനിലേക്ക് പിന്നീട് കൊണ്ടുപോകുന്നത്.
ഇതെല്ലാം ഔപചാരികമായ, ഇതൊന്നും അബദ്ധത്തിൽ സംഭവിച്ചതല്ല. ഇതെല്ലാം കൃത്യമായി അല്ലാഹു തആല അവരുടെ ദിവസങ്ങൾ എണ്ണി, അവരുടെ സമയങ്ങൾ എണ്ണി, അവർ ലോകത്തിന് ഒരു സിലബസ് നൽകിയെങ്കിൽ അവരുടെ ജീവിതത്തിന് അല്ലാഹു മഹത്തായ സിലബസ് നൽകി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ മഹത്തായ ജീവിതത്തിന്റെയും പേരിന്റെയും ഹക്കുകൊണ്ട് അള്ളാഹു നമ്മയെല്ലാം ഇരു വീട്ടിലും നമ്മുടെ ഇഷ്യന്മാരെയും നമ്മുടെ സ്ഥാപനങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മത്തിക യാ. അസ്സലാമു അലൈക്കും.